ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ടീ കേക്കാണ് ഉണ്ടാക്കുന്നത്. മെഷറിംഗ് കപ്പ് ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് വെക്കാം. ഞാനിന്ന് മെഷറിംഗ് കപ്പ് ഒന്നും ഇല്ലാതെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ മുഴുവനായിട്ടും മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് അരിച്ച് മാറ്റി വെക്കാം. അടുത്തതായി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നേരത്തെ മൈദപ്പൊടി മെഷർ ചെയ്ത അതേ പാത്രത്തിലാണ് ഞാൻ പഞ്ചസാരയും മെഷർ ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ഓയിലിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അല്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ 2 കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് ലെയർ വാനിലയുടെ മിക്സ്, അതിനുശേഷം ചോക്ലേറ്റിൻ്റെ മിക്സ്, അതിനുശേഷം ബാക്കിയുള്ള വാനില മിക്സും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് അറേഞ്ച് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 150 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
നമ്മുടെ വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീ കേക്കാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ടീ കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്